ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രകാരം ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഏകദേശം മൊത്തം പനിയും പ്രയാസവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ ശബ്ദം ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച് ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ദൈവം അപ്പോസ്തലനായ പൗലോസിന് ഒരു കൃപ നൽകിയിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് ഉള്ള അധികാരവും അതിനുള്ള കഴിവും, അതാണ് അവിടെ കൃപ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ കൃപ തനിക്ക് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? 8-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, വിജാതീയരോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. ആ ഒരു ഭാഗം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അതാണ് ഒന്നാമത്. അത് പ്രസംഗിക്കുവാനായിട്ട് ദൈവം അപ്പോസ്തലന് കൃപ നൽകിയിരിക്കുന്നു. ഇനി 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഈ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ സകലവും സൃഷ്ടിച്ചവനായ ആ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനായിട്ട്. അതായത് തൻ്റെ ശുശ്രൂഷയിലൂടെ എല്ലാവർക്കും പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുക എന്ന അതിൻ്റെ അർത്ഥം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ദേ മേ സീ, അവർ കാണേണ്ടതിന്. അപ്പം അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗം, ശുശ്രൂഷ കേൾക്കുന്നവർ, അനുഭവിക്കുന്നവർ, അവർ കാണേണ്ടതിന്, അവർക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതിന്. എന്ത് വെളിപ്പെട്ട് കിട്ടേണ്ടതിന്? ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്താണ് എന്ന് വെളിപ്പെട്ട് കിട്ടേണ്ടതിന്. എന്താണ് മർമ്മം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യത്തിലെ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളതാണ് ആ മർമ്മം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്താണ് എന്ന് സകലർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട്. അപ്പം ഈ ഒരു ശുശ്രൂഷ അപ്പോസ്തലനായ പൗലോസിനെയാണ് ദൈവം ഏൽപ്പിച്ചത്. ഏത് ശുശ്രൂഷ? നമ്മൾ 2-ാം അധ്യായം മുതൽ പറഞ്ഞു വരുന്ന ആ കാര്യം എന്താ? യഹൂദന്മാരെയും വിജാതീയരെയും തമ്മിൽ ഒരുമിപ്പിക്കുകയും അവരെ ദൈവവുമായിട്ട് ഒരുമിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ക്രിസ്തുവിലാണ് നടക്കുന്നത്. ഈ ഒരു പ്രക്രിയയുടെ വ്യവസ്ഥ എന്താണ് എന്ന് സകലർക്കും വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനായിട്ട് വേണ്ട കൃപ അപ്പോസ്തലന് ദൈവം കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ നേരത്തെ ഇട്ട ഒരു യൂട്യൂബ് വീഡിയോയിൽ, നമ്മൾ നേരത്തെ എടുത്ത ഒരു ക്ലാസ്സിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത്, അതായത് അതിൻ്റെ ഈ അധ്യായത്തിൻ്റെ തന്നെ 5-ാം വാക്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ആ ക്ലാസ്സിലാണ്. അതിൻ്റെ താഴെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്തോ ഈ പഠിപ്പിക്കുന്നത്, ദൈവം അപ്പോസ്തലനായ പൗലോസിനാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലാതെ മറ്റ് അപ്പോസ്തലന്മാർക്കൊന്നും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അപ്പോൾ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ആർക്കൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു? തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക്. അവിടെ പ്ലൂരല്ല, ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന് എന്നല്ല, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ. അപ്പം ഇത് വെളിപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയല്ല. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് വെളിപ്പെട്ടത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി. നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസിന് ഈ കാര്യം വെളിപ്പെട്ട കാര്യം, അതായത് വിജാതീയരെ കൂടെ സഭയിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യം അപ്പോസ്തലനായ പത്രോസിന് വെളിപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പൗലോസിന് മാത്രമല്ല ഇത് വെളിപ്പെട്ടത്. ആ സ്നേഹിതൻ കമൻ്റ് ഇട്ടത് ഇതാണ്, നിങ്ങൾ എന്തുവാ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസിനാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്, വേറെ അപ്പോസ്തലന്മാർക്കൊന്നും വെളിപ്പെടുത്തിയില്ല എന്നൊക്കെ അദ്ദേഹം കമൻ്റ് ഇട്ടത്. അപ്പം അവിടെ അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല ദൈവം വെളിപ്പെടുത്തിയത്, മറ്റ് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഇത് വെളിപ്പെടുത്തി. പക്ഷേ എന്താണ് ഈ കാര്യത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ വാക്യത്തിലാണ് ഇത് വെളിപ്പെടുന്നത്. 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനെയാണ് ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എല്ലാവരുടെയും മുമ്പിൽ പ്രകാശിപ്പിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. അപ്പോസ്തലനായ പൗലോസിനെയാണ് തൻ്റെ വരമൊഴിയിലൂടെ, അതായത് തൻ്റെ ലേഖനത്തിലൂടെ ഈ മർമ്മത്തെക്കുറിച്ച് എല്ലാ കാലത്തുമുള്ള ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, പക്ഷെ ഇത് രേഖപ്പെടുത്തി സഭയ്ക്ക്, എല്ലാ കാലത്തുമുള്ള സഭയ്ക്ക് ഇത് വെളിപ്പെടുത്തക്ക രീതിയിൽ ഇത് രേഖപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതാണ് 9-ാം വാക്യത്തിൽ പറഞ്ഞത്, ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. വെളിപ്പെടുത്തി കിട്ടിയത് എല്ലാവർക്കും, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ വെളിപ്പെടുത്തി കിട്ടിയെങ്കിലും അവരാരും ഇതിത്ര കൃത്യതയോടുകൂടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തി എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം കൃപ കൊടുത്തത് ആർക്കാണ്? അപ്പോസ്തലനായ പൗലോസിനാണ് എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതൊരിക്കലും നമ്മൾ മാറിപ്പോകരുത്. ആ സഹോദരൻ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് കൊണ്ടാണ് ഞാനിവിടെ ആ കാര്യം കുറച്ചൊന്ന് വിശദീകരിച്ചത്. എന്താണെങ്കിലും അപ്പോൾ ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും വെളിപ്പെടുത്താനായിട്ട് ദൈവം അപ്പോസ്തലനെ ഉപയോഗിച്ചു, പൗലോസിനെ ഉപയോഗിച്ചു. അപ്പം ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ്? സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ മർമ്മം അല്ലെങ്കിൽ ഈ രഹസ്യം ദൈവത്തിൽ അനാദികാലം മുതൽക്ക് തന്നെ മറഞ്ഞു കിടന്നിരുന്നു എന്ന് വായിക്കുന്നു. എന്താ അനാദികാലം എന്നുള്ളതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലോകാരംഭം മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇത് ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് ചെയ്തിരുന്നു? മറഞ്ഞു കിടന്നിരുന്ന ഒരു മർമ്മമായിരുന്നു അത്. അപ്പം എപ്പോഴാണിത് മറഞ്ഞു കിടക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ലോകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പോഴല്ല ഇത് മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് മലയാളത്തിൽ വന്നപ്പോൾ അനാദികാലം മുതൽക്ക് എന്ന് പറഞ്ഞത്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഇൻ ദ ബിഗിനിങ്. അവിടെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നു. പക്ഷെ ഈ മർമ്മം അവൻ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം എപ്പം മുതൽ? ആദിക്ക് മുൻപേ അത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ അത് അനാദികാലം മുതൽ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, അനാദികാലം മുതൽ, ലോക സൃഷ്ടി മുതൽ, ലോകാരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മർമ്മം മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഒരു രഹസ്യമായിട്ട്, ഒരു മിസ്റ്ററി ആയിട്ട്, ആർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു മിസ്റ്ററി ആയിട്ട് ഇത് ദൈവത്തിൻ്റെ മനസ്സിൽ ഇത് മറഞ്ഞു കിടക്കുകയായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവം യഹോവ അവൻ ഒരു ഗോത്ര ദൈവമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ മാത്രം ഒരു ഗോത്ര ദൈവമാണ്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം, ബൈബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ വേദപുസ്തകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പഴയ നിയമത്തിലെ ദൈവത്തെ മാറ്റി നിർത്തി പുതിയ നിയമത്തിൽ വേറൊരു ദൈവമെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിൽ ഏത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ മനസ്സിൽ ലോകാരംഭം മുതൽ, അനാദികാലം മുതൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാ മനുഷ്യരെയും അവർ ഏത് ജാതിയിലോ ഏത് ഭാഷയിലോ ഏത് കുലത്തിലോ ഏത് ഗോത്രത്തിലോ ഉള്ളവരാണെങ്കിലും അവരെല്ലാം തന്നോട് നിരപ്പിക്കണം എന്നുള്ള ആ ചിന്തയായിരുന്നു ആദ്യം മുതലേ ദൈവത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ ആദ്യം ദൈവം, പഴയ നിയമത്തിലെ ദൈവം, അവൻ ഒരു ഗോത്രത്തെ മാത്രം തിരഞ്ഞെടുത്ത് അവരുമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ദൈവമല്ലായിരുന്നു. എന്തിനാ സത്യത്തിൽ ദൈവം ഒരു ഗോത്രത്തെ അവിടെ തിരഞ്ഞെടുത്തത്? ദൈവം അവിടെ ആ ഗോത്രത്തെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ആ ഗോത്രത്തിലൂടെ മറ്റ് സകലർക്കും തന്നെ വെളിപ്പെടുത്തുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ദൈവം ആ ഗോത്രത്തെ തിരഞ്ഞെടുത്തത്. മറക്കരുത്. അല്ലാതെ ആ ഗോത്രം മാത്രം എൻ്റേത്, മറ്റാരുമായിട്ടും എനിക്ക് ബന്ധമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ദൈവം ചെയ്തത്. ദൈവം ചെയ്തത് ആ ഒരു ഇസ്രായേൽ ഗോത്രത്തെ തിരഞ്ഞെടുത്തതിലൂടെ ദൈവം ചെയ്തത് ആ ഇസ്രായേൽ ഗോത്രത്തിലൂടെ തന്നെ സകല ജാതികൾക്കും വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഗോത്രം, ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർ ആ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാതെ അവർ സ്വയമായിട്ടൊരു അഹങ്കാരത്തിലും ഞങ്ങളെന്തോ പ്രത്യേകതയുള്ളവരാണ്, ബാക്കിയുള്ളവരൊന്നും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ തങ്ങളെ തന്നെ അഹങ്കാരത്തോടുകൂടി ഉയർത്തി മറ്റുള്ളവരെ ദൈവത്തോട് അടുക്കുവാൻ അനുവദിക്കാതെ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ഇടർച്ചക്കല്ലായിട്ട് നിന്നപ്പോഴാണ് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്തത്? സഭയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മറക്കരുത്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിൽ ലോകാരംഭം മുതലുണ്ടായിരുന്നത് സകല ജാതികളെയും സകല മനുഷ്യവർഗത്തെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി, ഒരു രഹസ്യം, ഒരു മർമ്മമാണ് ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ആദ്യം മുതലുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം അത് ദൈവം എന്ത് ചെയ്തു? അപ്പോസ്തലനായ പൗലോസിലൂടെ അത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. നോക്കിക്കോ, 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. റോമാലേഖനം 16-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്:
എന്താണ് 24, 25 വാക്യങ്ങൾ ഒരുമിച്ച് നമുക്ക് വായിക്കാം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്, നമ്മളിത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്, അപ്പം മുൻകാലങ്ങളിൽ ഇതെന്ത് ചെയ്യായിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഒരു പദ്ധതി ഇല്ലാതിരുന്നു എന്നല്ല, അത് മറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ദൈവത്തിൽ ഈ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ അത് വെളിപ്പെടുത്താതെ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന്. അപ്പോൾ നോക്കിക്കേ, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത്, അവിടെ എല്ലാം വായിക്കുന്ന അങ്ങനെയാണ്, മറഞ്ഞിരുന്നതായത്, ഇല്ലാതിരുന്നതല്ല. ദൈവം ഒരു പുതിയ സംഭവം ഉണ്ടാക്കി കൊണ്ടുവരികയല്ല ചെയ്തത്. ലോകാരംഭം മുതൽക്കേ അവനിൽ ഇതുണ്ടായിരുന്നു, അത് മറഞ്ഞിരിക്കുകയായിരുന്നു. അത് ദൈവം ഇവിടെ വന്നപ്പോൾ വെളിപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ, മറക്കരുത്. ദൈവം അത് പുതുതായിട്ട് പദ്ധതി ഉണ്ടാക്കുകയല്ല ചെയ്തത്, ദൈവം ആ പദ്ധതി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മളൊരിക്കലും മറക്കരുത്. ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ വായിക്കുന്നു, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? 6-ാം വാക്യത്തിൽ പൗലോസ് പറയുക, ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. എന്നിട്ട് പറയുക, ഈ ലോകത്തിൻ്റെ ജ്ഞാനം അല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല. അപ്പം ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ, ഈ ലോകത്തിലെ വലിയ വലിയ ആളുകളുടെ ജ്ഞാനം, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. ആ ജ്ഞാനമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നോക്കിയാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന സമയത്ത്, ചെറിയ ക്ലാസ്സല്ല, ഞങ്ങളൊക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് there are 9 planets in the solar system. സൗരയൂഥത്തിൽ 9 പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളുണ്ടെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8 പ്ലാനറ്റ്സേ ഉള്ളൂ എന്നാണ്. പ്ലൂട്ടോ പ്ലാനറ്റ് അല്ലെന്നാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. അല്ലാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പറയാം, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രം തന്നെ പറയുന്നത് ശാസ്ത്രം എപ്പോഴും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞത് നശിച്ചു പോയിട്ട് പുതിയൊരു കാര്യം അതിന് പകരം വരികയാണ്. അതാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുക, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പിന്നെ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത്. അപ്പോൾ നോക്കിക്കേ, ദൈവം മുൻനിയമിച്ചു. എപ്പോൾ? ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്, ലോക സൃഷ്ടിക്ക് മുൻപ്. അതാണ് എഫേസ് ലേഖനം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അനാദികാലം. അപ്പോൾ ഇത് ലോക സൃഷ്ടിക്ക് മുമ്പ്, ലോക സൃഷ്ടി ആദിയിലാണ്. ഇത് ലോക സൃഷ്ടിക്ക് മുമ്പേ ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ അനാദികാലം മുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം ഇത് മുൻനിയമിച്ചു. എന്തിന്? ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനത്തിന്
അത് നമ്മളവിടെ വായിക്കുന്നത്, ദൈവം ലോക സൃഷ്ടിക്കുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്ര. അപ്പോൾ ഈ ജ്ഞാനം ദൈവം എപ്പം എടുത്തു വച്ചതാ? ലോക സൃഷ്ടിക്കുമ്പേ എടുത്തു വച്ചതാ. പക്ഷെ അതെന്ത് ചെയ്യായിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയുള്ള ജ്ഞാനം? നമ്മുടെ തേജസ്സിന് വേണ്ടിയുള്ള ജ്ഞാനം. അത് മറഞ്ഞിരിക്കുകയായിരുന്നു. ആ ജ്ഞാനമാണ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുക, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. കാരണം ഇത് ദൈവത്തിൽ മറഞ്ഞിരുന്നതായത്. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നേ കഴിയുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ മനസ്സിലുള്ളതിനെയും മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാനോ കണ്ടെത്താനോ കഴിയില്ലെന്നുള്ളതാണ്. അത് ദൈവം വെളിപ്പെടുത്തി തന്നാലേ നടക്കുകയുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ കാര്യവും ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ, പ്രഭുക്കന്മാർ അവരറിഞ്ഞില്ല. കാരണം അവരുടെ ജ്ഞാനത്തിലാണ് പോയത്. അവരുടെ ജ്ഞാനം കൊണ്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് ദൈവം വെളിപ്പെടുത്തി തന്നാലേ പറ്റുള്ളൂ. ദൈവം വെളിപ്പെടുത്തി തന്നാലേ പറ്റുള്ളൂ. അപ്പം അതാ പറഞ്ഞത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്തറിഞ്ഞിരുന്നെങ്കിൽ? കർത്താവ് വന്നത് നമ്മെ എല്ലാവരെയും, മുഴു ലോകത്തെയും ദൈവവുമായിട്ട് നിരപ്പിക്കാനാണ് കർത്താവ് വന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കർത്താവിനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കത്തില്ലായിരുന്നു. അതവർക്ക് മനസ്സിലായില്ല. അവർ നോക്കിയപ്പോൾ ഇവൻ തച്ചൻ്റെ മകൻ, യോസഫിൻ്റെ മകൻ, മറിയയുടെ മകൻ, ഞങ്ങളുടെ ഇടയിൽ നടന്ന ഒരാൾ, ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ കാണുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമേ അവർക്ക് ഈ കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അവൻ തേജസ്സിൻ്റെ കർത്താവാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഈ മർമ്മം, ഈ ജ്ഞാനം അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അതവർക്ക് വെളിപ്പെട്ടില്ലായിരുന്നു. പക്ഷേ അപ്പോസ്തലൻ പറയുക, ഇപ്പോൾ ഞങ്ങളതെന്ത് ചെയ്തിരിക്കുന്നു? ഞാനതെന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നിരിക്കുന്നു. അപ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തെ നമ്മൾ വായിച്ചു. ആ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ അത് വെളിപ്പെടുത്തുവാൻ എനിക്ക് കൃപ ലഭിച്ചു. എന്നിട്ട് ആ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക വിശേഷണമുണ്ട്. എന്താണെന്നറിയാമോ? സകലവും സൃഷ്ടിച്ച ദൈവത്തെ. സകലവും സൃഷ്ടിച്ച ദൈവത്തെ. നോക്കിക്കേ, മലയാളത്തിൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ എന്നാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഹു ക്രിയേറ്റഡ് ഓൾ തിങ്സ് ബൈ ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യേശുക്രിസ്തുവിനാൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഈ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ യേശുക്രിസ്തുവിനാൽ സകലവും സൃഷ്ടിച്ച ദൈവമാണ്. അവനിൽ മറഞ്ഞു കിടന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ ദൈവം യഹൂദന്മാരെ മാത്രം സൃഷ്ടിച്ച ദൈവമല്ല. എന്താ ഞാൻ പറഞ്ഞത്? ഈ ദൈവം യഹൂദന്മാരെ മാത്രം സൃഷ്ടിച്ച ദൈവം അല്ല. യഹൂദന്മാരെ മാത്രം ഈ ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൈവം യഹൂദന്മാരെ മാത്രം സൃഷ്ടിച്ച ദൈവമായിരുന്നെങ്കിൽ ഇവൻ്റെ മനസ്സിൽ ആരെക്കുറിച്ച് മാത്രമേ പദ്ധതി ഉണ്ടാകത്തുള്ളായിരുന്നു? യഹൂദന്മാരെ കുറിച്ച് മാത്രമേ പദ്ധതി ഉണ്ടാകത്തുള്ളായിരുന്നു. കാരണം ബാക്കി ആരും ഇവൻ്റെ സൃഷ്ടിയല്ല. പക്ഷെ ഈ ദൈവം അവൻ യഹൂദന്മാരെ മാത്രം സൃഷ്ടിച്ച ദൈവമല്ല. പിന്നെയോ അവൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ഈ പ്രപഞ്ചത്തെയും ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ, യൂണിവേഴ്സിനെ മുഴുവനും, ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും
സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഈ സകലത്തെയും കുറിച്ചുള്ള പദ്ധതി അവൻ്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ്, മറക്കരുത്. അതുകൊണ്ടാണ് അവിടെ സൃഷ്ടാവായ ദൈവം എന്നുള്ള പദം വ്യക്തമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ, ഒരു ഗ്രൂപ്പിനെ മാത്രം സൃഷ്ടിച്ചവനല്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ അവൻ സകലത്തെയും സകലരെയും സൃഷ്ടിച്ച ദൈവമാകിയാൽ അവൻ്റെ മനസ്സിലെ ചിന്ത സകലരെയും പറ്റിയായിരുന്നു. എല്ലാവരെയും തന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ ദൈവത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അതാണ് ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഈ മർമ്മം എന്ന് പറയുന്നത്. മാത്രമല്ല, ആ സൃഷ്ടിപ്പ് നടന്നത്, ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ ആ പ്രയോഗം ഇല്ലെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹു ക്രിയേറ്റഡ് ഓൾ തിങ്സ് ബൈ ജീസസ് ക്രൈസ്റ്റ് എന്ന്. സകലത്തെയും യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിച്ച ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തു വഴിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊന്നിട്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇവിടെ സകലവും അവൻ മുഖാന്തരം ഉളവായി. ഇവിടെ ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തെക്കുറിച്ച്. ആ വചനം ആരാണെന്ന് 14-ാം വാക്യം പറയുന്നുണ്ട്. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് യേശുവാണ്. അപ്പോൾ വചനം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുവിനെയാണ്, പുത്രനെയാണ്. ആ യേശു, ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് 3-ാം വാക്യം പറയാണ്, സകലവും അവൻ മുഖാന്തരമുളവായി. എന്താ സകലം എന്ന് വെച്ചാൽ? ഓൾ തിങ്സ്, എല്ലാം അവൻ മുഖാന്തരം ഉളവായി. എന്നിട്ട് പറയുക, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം യേശു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം യേശു സൃഷ്ടിയാണോ? അല്ല. കാരണം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം യേശു മുഖാന്തരമാണെങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ ആരുണ്ട്? യേശു ഉണ്ട്. അപ്പം യേശു ആരല്ല? സൃഷ്ടികളിൽ ഉൾപ്പെട്ടിട്ടില്ല. ചിലരൊക്കെ പറയാറുണ്ട് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് യേശു എന്ന്. അല്ല, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം യേശു മുഖാന്തരമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തിനു മുൻപേ യേശു ഉണ്ട്. അങ്ങനെയെങ്കിൽ യേശു ആ സൃഷ്ടികളിൽ ഉൾപ്പെട്ടവനല്ല, മറക്കരുത്. അപ്പം അവിടെ പറഞ്ഞത് സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇനി കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 17-ാം വാക്യം, അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ സകലത്തിനു മുമ്പേ ഉള്ളവൻ. ഹി വാസ് ദേർ, അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ സകലത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനെന്നല്ല പറഞ്ഞത്, അവൻ സകലത്തിനു മുമ്പേ ഉള്ളവനാണ്. ഹി വാസ് ദേർ.
എന്നിട്ട് ആ സകലത്തിനു മുമ്പേ ഉണ്ടായിരുന്ന അവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, സകലത്തിനു മുമ്പേ ഉണ്ടാക്കപ്പെട്ടവനല്ല, സകലത്തിനു മുമ്പേ ഉണ്ടായിരുന്ന അവൻ എന്ത് ചെയ്തു? സ്വർഗത്തിലുള്ള സകലതും ഭൂമിയുള്ള സകലതും, ദൃശ്യമായത് കാണാൻ പറ്റുന്നത്, അദൃശ്യമായത് കാണാൻ പറ്റാത്തത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, അപ്പം ഈ സൃഷ്ടി മുഴുവൻ ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവന് വേണ്ടി. ഫോർ ഹിം. അവന് വേണ്ടി, അവന് വേണ്ടി. ഓക്കെ. അപ്പം സകല സൃഷ്ടിയും ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ഈ ഭൂമിയും ഇതിൽ കാണുന്ന സകല സാധനങ്ങളൊക്കെ ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന്. അല്ല, അതൊക്കെ വെറുതെ പറയുന്നതാ. ദൈവം ഭൂമിയെ മനുഷ്യന് പാർക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല. സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാ? അവന് വേണ്ടിയാ. ആർക്കു വേണ്ടി? യേശുവിന് വേണ്ടി, പുത്രന് വേണ്ടിയാ സൃഷ്ടിച്ചത്. അവൻ പുത്രൻ അത് സൃഷ്ടിക്കുമ്പോൾ അത് സൃഷ്ടിച്ചത് തനിക്ക് വേണ്ടിയാ സൃഷ്ടിച്ചത്. തനിക്ക് വേണ്ടിയാ സൃഷ്ടിച്ചത്. നമുക്ക് തന്നിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അല്ല, ഇത് നമ്മുടെ അല്ല, മറക്കരുത്. അപ്പം അവിടെയും യേശുക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായിട്ടുമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. യേശുക്രിസ്തു സകലത്തിനും മുമ്പേ ഉള്ളവൻ. സകലത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഉണ്ടാക്കപ്പെട്ടവനല്ല, സകലത്തിനു മുമ്പേ ഉള്ളവൻ എന്നാണ് വായിച്ചത്. ഇനി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കണം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1-2 ഒരുമിച്ച് വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ ഇവിടെയും യേശുക്രിസ്തു മുഖാന്തരമാണ് എന്ത് ചെയ്തത്? ലോകത്തെ ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ പറഞ്ഞു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അതന്നെ കൊലോസ്യത്തിൽ പറഞ്ഞത്, സകലവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. സകലത്തിൻ്റെയും അവകാശി ആരാണ്? അവനാ, നമ്മളല്ല. അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം എഫേസ് ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ വായിച്ച 9-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? ക്രിസ്തുയേശു മൂലം സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതൊന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം അപ്പോസ്തലനായ പൗലോസിന് കൃപ കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സകലവും സൃഷ്ടിച്ച ദൈവം യേശുക്രിസ്തു മുഖാന്തരം. അപ്പം സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ആശയം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ആ ദൈവം സകലരുടെയും സൃഷ്ടാവാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം സൃഷ്ടാവല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മാത്രം പദ്ധതി ഉണ്ടാക്കുന്ന ദൈവമല്ല, അവൻ സകലരുടെയും സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിനകത്തെ പദ്ധതി സകലരെയും ഉൾക്കൊള്ളുന്നതാണ്. മാത്രമല്ല, അവൻ സകലവും സൃഷ്ടിച്ചപ്പോൾ തൻ്റെ പുത്രന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പുത്രനെ അവകാശിയാക്കി വെച്ചത്. പുത്രൻ മുഖാന്തരമാണ് സൃഷ്ടിച്ചത്, പുത്രനെയാണ് അവകാശിയാക്കി വെച്ചത്. അപ്പം പുത്രന് അവകാശപ്പെട്ടിരുന്ന ഈ മാനവകുലം അവർ പാപത്താൽ പുത്രനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ പുത്രൻ്റെ അവകാശം തിരികെ സ്ഥാപിക്കാനായിട്ട്
ആ പുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി വന്ന് സ്വന്തം ജീവൻ ബലിയാക്കി നമ്മെ ആ പുത്രൻ വിലയ്ക്ക് വാങ്ങി അവൻ്റെ സ്വന്തം ആക്കി മാറ്റി. അതാണ് ഈ മർമ്മത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. നോക്കിക്കേ, വാട്ട് എ വണ്ടർഫുൾ മെസ്സേജ്. ഇത് എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു സന്ദേശമായത്. അപ്പം വാസ്തവത്തിൽ നാം എല്ലാവരും ആരുടെ ആയിരുന്നു? ഈ പുത്രൻ്റെ ആയിരുന്നു. പക്ഷേ നമ്മുടെ പാപത്താൽ നാം ഈ പുത്രനിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, നമ്മെ തിരികെ ആ പൊസിഷനിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സകലത്തിൻ്റെയും ഉടയവനായ ആ പുത്രൻ തന്നെ ഒരു ദാസൻ്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ സകലരുടെയും പാപം അവൻ്റെ മേലേറ്റെടുത്ത്, സകലരുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലേറ്റെടുത്ത് അവൻ ക്രൂസിൽ മരിച്ചു. അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ നമ്മുടെ പാപമോചനം അവൻ നമുക്ക് നൽകി തന്ന അവൻ്റെ മരണത്തിലൂടെ അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു, അവൻ്റെ അവകാശമാക്കി തീർത്തു. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് ഗ്രഹിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇതാത് നാം പുത്രന് വേണ്ടിയുള്ളവരാണ്. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന പദ്ധതി ഇതായിരുന്നു. സൃഷ്ടിച്ചപ്പോൾ അവൻ ആ രീതിയിലാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ സ്വന്തം പാപത്താൽ ആ പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ അവനെ ആ പദ്ധതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ ആ പുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ മരണത്താൽ വിഭാഗിക്കപ്പെട്ടിരുന്ന സകലരെയും ഒന്നാക്കി തീർത്ത് ദൈവവുമായിട്ട് ഒന്നാക്കി തീർത്തു. ഇത് അറിയിക്കാനുള്ള കൃപ ആർക്ക് കൊടുത്തുന്ന? അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തുന്നതാണ്. അവനാണിത് വെളിപ്പെടുത്തിയത്. ഇന്ന് നമുക്കത് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും ഒന്നാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്, എല്ലാവരുടെയും യൂണിറ്റിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എങ്ങനെ ആ പെർഫെക്റ്റ് യൂണിറ്റിയിലേക്ക് വരാം? അവൻ്റെ പുത്രനിലൂടെ മാത്രം. കാരണം ഈ യൂണിറ്റി, ഐക്യത നഷ്ടപ്പെട്ടത് മനുഷ്യൻ്റെ പാപം നിമിത്തമാണ്. ആ പാപത്തിൻ്റെ പരിഹാരം ലഭിച്ച ഈ ദൈവവുമായിട്ടും പരസ്പരവുമുള്ള ഈ ഐക്യതയിലേക്ക് കടന്നു വരുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർ എല്ലാവരും ഒന്നാണ്. അടുത്ത വാക്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായിട്ടുള്ള പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. എന്താ പൗലോസ് ചിലപ്പോഴൊക്കെ പറയുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര 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 ആഴമുള്ളതാണെന്നൊക്കെ. നമ്മളത് ചിന്തിച്ച് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളിത് വചനം പഠിച്ച് ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഴം മനസ്സിലാകുന്നത്. എത്ര നല്ല കർത്താവ്, എത്ര സ്നേഹവാനായ കർത്താവ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. അവൻ നമ്മെ വിളിക്ക് യോഗ്യരായി നമുക്ക് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.